Hi guys. Hi. Welcome to our YouTube channel. ചപ്പാത്തിയും സോയും. This is our first video. അപ്പോൾ നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ടോക്കിയോയിലോട്ട് പോവാണ്. അതെ. അപ്പോൾ നമുക്ക് ടോക്കിയോയിലോട്ട് പോവാം. ബൈ. ഇതാ കാണുന്നതാണ് ഗൈസ് നമ്മുടെ ഹോസ്റ്റൽ. ഇതാണ് കാസ്മിക്കയുടെ വീട്. ഇത് ലാൻഡ് ലോഡ്. കസിമിക്ക് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ കടയിലോട്ട് പോകുന്നതും കൂടി ടോക്കിയോ നമ്മളിപ്പോ അത്താണിയിലോട്ട് പോകണം കേട്ടോ. എയർപോർട്ടോടെയാണ്. ഒരു മിനിറ്റ് കേട്ടോ ഗൈസ്, ക്രോസ് ചെയ്യട്ടെ. എനിക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ ലൈവ് ആക്സിഡന്റ്. ടോക്കിയോ എവിടെയാണെന്ന് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആലുവ വരികയാണെങ്കിൽ ചൂണ്ടി ഭാഗത്തോട്ട് വരിക. അവിടെ പൂക്കാട്ടുപടി റോഡുണ്ട്. എടത്തല പൂക്കാട്ടുപടി റോഡ്. അവിടെ ഇച്ചിരി താഴോട്ട് പോകുമ്പോൾ റോഡ് സൈഡിൽ തന്നെ ഉള്ളൊരു കടയാണ് ടോക്കിയോ. കടയല്ല ടു സ്ഥലോട്ട്. ശരി, അവിടെ അവിടെ കേട്ടോ, ഇവിടെയല്ല, അവിടെ ചേച്ചി വഴി യെസ് ഗൈസ്, അതാണ് നമ്മൾ ഉദ്ദേശിച്ച അമ്മൂമ്മ. ആ ചളിക്ക് നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ലൈക്ക് അടിച്ച് അതിനൊരു ലൈക്ക്. ഓക്കെ ഗൈസ്, കടയിൽ കിടക്കണം. ഓക്കെ ഗൈസ്, ബൈ ഗൈസ്. കാണുന്നതാണ് കട. ഫൈനലി ടോക്കിയോ എത്തി. ജപ്പാനിലാണ്. നമുക്കിപ്പോൾ ഇവിടെ അടുത്തായതുകൊണ്ട് കുഴപ്പമില്ല. സോയ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതാണ് SOS ഗൈസ്, ഇതിൻ്റെ ഓപ്പോസിറ്റാണിത്. ടോക്കിയോ ചാബ്ലി. എക്കോ കാണും. കാരണം നമ്മൾ നല്ലൊരു ഷോപ്പാണ്. ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഫുഡ് ആംബിയൻസ് ഇവിടുത്തെ സ്പെഷ്യൽ അങ്ങനെ ചോദിച്ചാൽ മാത്രമേ ഫുഡ് കിട്ടും. ഗൈസ്, ഞാനൊരു സൂപ്പാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ത്രോട്ട് പെയിൻ ഉള്ളത് കൊണ്ട് ഞാനും എനിക്ക് ഒരു ഡൈനമൈറ്റ് ചിക്കനാണ് പറയുന്നത്. സോ ഇതിൻ്റെ ഫുൾ ഡൈനമൈറ്റ് ചിക്കൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 250 ആണ്. അതിലൊരു 12 പീസ് ഉണ്ടാകുന്നതാണ് ചേട്ടൻ. ഹാഫിൽ 6 പീസ് 120, 150, ഫുള്ളിൽ 12 പീസ് 250. അത് തന്നെ ആ പറഞ്ഞത്. അവിടെ പറഞ്ഞാലും എല്ലാം പറഞ്ഞാലും ഇവിടെ വന്നാൽ നൂഡിൽസ് ഉണ്ടോ എന്ന് ചോദിക്കണം. മറക്കരുത്. പിന്നെ റാമൻ ഉണ്ട് ഗൈസ്. റാമൻ ജാപ്പനീസ്. സുഷി ഇതിൽ മെനുവിലില്ല. ഗൂഗിളിൽ സുഷി കാണുന്നുണ്ട്. ഞങ്ങൾ ഓർഡർ എടുക്കാൻ വരുന്ന ആളോട് ചോദിച്ചു നോക്കാം. ഇവൾ ചോദിക്കും. ഫുഡ് വന്നിട്ട് കാണും. നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഫുഡ് വന്നിട്ടുണ്ട്. ഡൈനമൈറ്റ് ചിക്കൻ ഇത് ഫുള്ളാണ്. 250, 12 പീസ് ഉള്ളതാണ്. ഇത് ചിക്കനുള്ള ചിക്കനാണോ? യെസ്, റിവ്യൂ നമ്മളുടെ ചോപ്സ്റ്റിക്സ് പറയാം. ആസ് യൂഷ്വൽ ഗൈസ്, ഇതാണ് സൂപ്പ്. ചിക്കൻ സൂപ്പാണ് ഗൈസ്. നമുക്ക് സൂപ്പ് നോക്കാം. സൂപ്പിന് സ്പെഷ്യലായിട്ട് അങ്ങനെ പറയാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. എനിക്ക് തൊണ്ടവേദനകൊണ്ട് എനിക്കൊന്നും അറിയാൻ മതി. ഓക്കെ ഗൈസ്, ചൂട്. പക്ഷെ ഇത് ചോറല്ല, ഹോട്ടാണ്. ഞാൻ ഹോട്ട്
ചിക്കൻ സൂപ്പാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് പക്ഷെ എനിക്കിഷ്ടമായി. ഓക്കെ ഗൈസ്, ഞങ്ങളിപ്പോൾ കഴിച്ചിട്ട് വരാം. ഈ കമ്മൽ എനിക്ക് നീതിക തന്നതാണ്. എനിക്ക് നീതിക ഗിഫ്റ്റ് ചെയ്ത കമ്മലാണ് ഗൈസ് ഇത്. അയ്യോ നമ്മൾ പറഞ്ഞില്ലല്ലേ. ഓക്കെ ഗൈസ്, മൈസെൽഫ് ആൻഡ് ശ്വേത. പ്രിയ, ഞാനാണ് കമ്മൽ കൊടുത്ത നീതി. യെസ്, കമ്മൽ കൊടുത്ത നീതി. ഞങ്ങൾ ഇനി ഒരു 3 പേര് കൂടി ഉണ്ട്. അപ്പം ഞങ്ങൾ 3 പേരേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ വേറെ കുറച്ച് 3 പേരും കൂടി ഉണ്ട്. മേലെടുത്ത ബെഡിൽ കിടക്കുന്ന. അതെ, ഞങ്ങളൊക്കെ ലോ ബെഡുകാരാണ്. ഇനി അപ്പർ ബെഡുകാരുണ്ട്. അവരെല്ലാവരും 2 പേര് വീട്ടിലാണ്. ഒരാൾ പ്രാക്ടീസ് ഡ്രാമ പ്രാക്ടീസ്. ഷീസ് എ ഗുഡ് ആക്ട്രസ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരെയൊക്കെ വഴിയെ കാണാം. സംഭവം സൂപ്പറാണ്. ഞങ്ങൾ ഇവിടെ പോവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. 2ാമത് വരെ കഴിക്കാൻ തോന്നുന്നു. ചേച്ചിനെ മാറിയിട്ട് ഒരു പ്രാവശ്യം കൂടി നമ്മളിവിടെ വരും. ചേച്ചിനെ മാറി ആ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രസൻറ്റേഷൻ അതൊക്കെ അടിപൊളിയാണ്. ഒന്നുമില്ല, ഒന്നും അത് കാണിച്ചല്ലേ വേണം. പിന്നെ വരുമ്പോൾ ഇത് മതിയാവാണ്ട് എൻ്റെ വക ഒരു ഫുള്ളും എൻ്റെ ഒരു ഹാഫ്. അതെനിക്ക് വേസ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇല്ല, കഴിക്കും. അതിനുള്ള പ്രശ്നം എൻ്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്തത് കൊണ്ട് ഇതൊരു തുണ്ട് പോലും അടങ്ങിയിട്ടില്ല. ഐ ആം ഹാവിങ് വെരി ത്രോട്ട് പെയിൻ ഗൈസ്. ഇനി നമ്മൾ വീണ്ടും ഓർഡർ പറയാൻ പോവാണ്. നമ്മൾ ചോപ്സ്റ്റിക്ക് പിടിക്കേണ്ടത് ട്യൂട്ടോറിയൽ അതിങ്ങനെ എടുക്കാം. എന്നിട്ട് തമ്പും ഇൻഡെക്സും അതിൽ ഞാനാണ് മാമിൻ്റെ സ്റ്റുഡൻറ്റ്. ഇതിവിടെ തമ്പോണില്ല. ഒതൻറ്റിക് അല്ല, ഒതൻറ്റിക് അല്ല. ഒതൻറ്റിക് ആൾക്കാർ ഒരു തട്ടിക്കൂട്ട് ഇങ്ങനെയാണ്. ഇതറിയാത്തവർക്ക് ഫോർക്ക് ആൻഡ് സ്പൂൺ അതായിരിക്കും നമ്മൾ എംപാരസ് ചെയ്യാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ്. പകുതി ഫുഡില്ലെങ്കിലും ടേബിൾ ഉണ്ടാവും. അതെ. വാട്ട് വി ആർ വെയിറ്റിംഗ് ഫോർ? Okay, we are waiting for another plate of dynamite chicken. ഒരു ഡ്രിങ്ക് പേര് Coffee. മിൽക്ക് കോഫി, ഐസ് മിൽക്ക് കോഫി. ബിക്കോസ് Yeah. വി ആർ അല്ല, ദേ ബോത്ത് ദാറ്റ് നരഭോജികൾ. അതെ, ഒരെണ്ണം മതിയാവാണ്ട് ചേച്ചി ആദ്യം പറഞ്ഞത് 12 പീസ് ഡൈനമൈറ്റ് ചിക്കനാണ്. വിചാരിച്ചാൽ 6 പീസാണ്. പിന്നെയാണ് ഇവരിങ്ങനെ കറക്റ്റ് ചെയ്തത്. ഒരു ഹാഫിന് 6-7 പീസാണ്. ഐ മീൻ നല്ല ടേസ്റ്റാണ് സാർ. സെൻസ് ഐ മീൻ മണി പ്രശ്നമില്ലായിരുന്നു. ഞാൻ ചിലപ്പോൾ ഒരു 6 പീസ് കഴിച്ചാൽ അക്കൗണ്ട് എൻ്റെ ആയതുകൊണ്ടും ജോലി തപ്പിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ടും ഞാനത് ചെയ്യില്ല. അതുകൊണ്ട് ജോലി നിർദ്ദേശിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഇതേപോലെ നല്ല ഫുഡുകൾ കഴിക്കാൻ പറ്റും. ഹോസ്റ്റലിൽ രണ്ട് മോശം ഫുഡാണ്. ഫുഡ് കഴിക്കാൻ പറ്റും. തീർച്ചയായും അതിനിടയ്ക്ക് തളർന്നിരിക്കുന്ന അതെ ഒരു പാവം കുട്ടിയോ പറഞ്ഞില്ല, അപ്പോഴത്തേക്കും വന്നു. സൂപ്പ് എൻജോയ് ചെയ്തോ? സൂപ്പ് എൻജോയ് ചെയ്യാൻ എൻ്റെ ത്രോട്ടെന്നെ സമ്മതിക്കുന്നില്ല ഗൈസ്. സൂപ്പിൻ്റെ ഒരു പ്രോപ്പർ യാ, സൂപ്പ് നല്ലതായിരുന്നു. പക്ഷേ ഈ ടേസ്റ്റൊക്കെ പോയി എടുക്കുന്നതുകൊണ്ട് മേ ബി ഇത് സോറായിരിക്കാം. പക്ഷെ എനിക്ക് ആ ഒരു ഫീല് കിട്ടുന്നില്ല. ഗൈസ് അടുത്ത പച്ചക്കറിയൊന്നും തൊടാത്തന്നെയാണ്. ലച്ചീസ് കഴിക്കും. പശു പോലെ തോന്നും. വിഷമം വരുന്നു, അത്രയ്ക്കും ടേസ്റ്റും ഉണ്ട്. വിഷമം വരുന്നു. ദൈവം പറ. ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഇവിടെ നിന്ന് 3ാമത്തെ വട്ടമായിരുന്നു കഴിക്കുന്നത്. 3
മൂന്ന് പ്രാവശ്യം കടയിൽ നിന്ന് ഈ സെയിം സാധനമാണ് അത്രയ്ക്ക് ടേസ്റ്റാണ് ഇനി വേറെ മെനുവിലുള്ള സാധനങ്ങൾ ട്രൈ ചെയ്ത് പോലും നോക്കാൻ പറ്റിയിട്ടില്ല ബിക്കോസ് ദിസ് ഇസ് റിയലി ടേസ്റ്റി അതുകൊണ്ട് തന്നെ പിന്നെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഡിക്റ്റഡ്. പറയുമ്പോഴത്തേക്ക് എന്തോ നമ്മുടെ ഫിംഗർ ലിക്കിംഗ് ഗുഡ്. പൈസ നമ്മുടെ കടകളിലേക്ക് അല്ല നമ്മുടെ കാര്യം പ്രൊമോട്ട് ചെയ്യും. കൊളാബറേഷൻ അല്ലേ? അതെ 0 സബ്സ്ക്രൈബേഴ്സാണ് ഇതൊരു പ്രൊമോഷൻ ചെയ്യാറില്ല വെറും 0 സബ്സ്ക്രൈബേഴ്സ്. പേര് ഐസ് മിൽക്ക് കോഫി എന്നാണ്. ഞാൻ ആക്ച്വലി കാരമൽ പുഡിങ്ങാണ് കഴിക്കാൻ പറ്റുന്നത് പക്ഷെ അതില്ലായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് കൊണ്ടതിൻ്റെ ഐസാണ്. കുറേ നാളിന് ശേഷം ഹോട്ടലിലെ ഒരു ഫുഡ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. കോഫിയൊക്കെ പോലെ തന്നെ കൊള്ളാം എനിക്കിഷ്ടമായി. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു മിനി വ്ളോഗായിട്ട് എടുത്തതാണ്. അതെ. സോ ടോക്കിയോ ടേബിളിൽ ഇനി ഇടയ്ക്കിടയ്ക്ക് വരും കാരണം ഇഷ്ടമായി. ഐ മീൻ ഫുഡും നല്ലതാണ്, ഓണറും നല്ലതാണ്, സർവീസും നല്ലതാണ്. സർവീസും നല്ലതാണ്, ഓണർ എസ്പെഷ്യലി ഭയങ്കര. പിന്നെ സൂപ്പ് നമുക്ക് കോംപ്ലിമെൻ്ററി ആക്കി തന്നു. പിന്നെ അവർ പറഞ്ഞു ഇവിടുത്തെ നൂഡിൽസ് അവർ ഹാൻഡ് മെയ്ഡാണ്. അതേപോലെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. റോ ഫിഷ് അല്ല, ഒരു ഇമിറ്റേഷൻ ക്രാബാന്ന് പറഞ്ഞു. എന്താ സംഭവം മനസ്സിലായിട്ടില്ല. പിന്നെ ഡൈനാമിക് ചിക്കൻ, ഡൈനമൈറ്റ് അല്ലേ, ഡൈനമൈറ്റ് ചിക്കൻ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. അതെ, എല്ലാവരും ഇവിടെ ഡെവലപ്പ് ചെയ്ത അവരെന്തോ 6 months എങ്ങാണ്ട് എടുത്ത് അവർ പ്രിപ്പയർ ചെയ്ത ഒരു ഇതാണ്. സാധാരണ ഡൈനമൈറ്റ് ചിക്കൻ ഭയങ്കര പിക്ചർ പോലെയാണ്, പക്ഷേ അവരതെന്തോ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരത് ബാലൻസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. അവരത് ആണ്. പിന്നെ ഹൗസ്ലേഴ്സിന് അഫോർഡബിൾ ആണെന്ന് ചോദിച്ചാൽ വൺസിൻ്റെ വയലിൽ കഴിക്കാൻ വേണ്ടി അടിപൊളിയാണ്. ഐ മീൻ ഇടയ്ക്കിടയ്ക്ക് വരാൻ വേണ്ടി തോന്നുന്നു, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് വൈസ് അഫോർഡബിൾ ആണ്. ഇതാണ് യെസ് 10 on 10 റെക്കമെൻഡ്. എൻ്റെ ത്രോട്ട് പെയിൻ മാറിയിട്ട് നമ്മൾ വരും. ഒന്നുകൂടെ വരും. Till then, bye to Japan. Okay guys, bye. Bye.